ഗൾഫ് മാധ്യമം പ്രസൻസ് കമോൺ കേരള സീസൺ 6 അങ്ങനെ ഫൈനൽ ഡേയിലാണ് ഞാൻ നിൽക്കുന്നത്. എൻ്റെ കൂടെ ഉള്ളത് ഒരു ഡയറക്ടറാണ്, ഒരു കോസ്റ്റ്യൂം ഡിസൈനറാണ്, ഫാഷൻ ഡിസൈനറാണ്, അതിനെല്ലാം കൂടെ ചേർന്ന് നമ്മുടെ സ്വന്തം സ്റ്റെഫി സേവിയറാണ്. വെൽക്കം. താങ്ക് യു. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്, കാരണം ലോർഡ് ലിവിങ്സ്റ്റൺ തുടങ്ങി ആട് ജീവിതത്തിൽ വന്ന് നിൽക്കുമ്പോൾ വാട്ട് യു ഫീൽ? ഒത്തിരി സന്തോഷമാണ്. ഒരു 9 വർഷം കൊണ്ട് ഒരുപാട് സിനിമകൾ ചെയ്യാൻ പറ്റി. അതിൽ കാരണമായ ഞാനങ്ങനെ ചെയ്യണമെങ്കിൽ ഒത്തിരി പേര് കാരണമുണ്ട്. എല്ലാവരോടും നന്ദിയും ഇപ്പം ഇവിടെ നിൽക്കാൻ പറ്റുന്നതിൽ സന്തോഷവും. ഓക്കെ, നമ്മുടെ സെഗ്മെന്റ് എന്ന് പറയുന്നത് ഡെയിലി ഡ്രസ്സിങ്, ഫാഷൻ ഫ്യൂഷൻ ആൻഡ് റിയലി ഡ്രസ്സിങ് സെൻസിബിലിറ്റി, റൈറ്റ്? സോ എങ്ങനെ ഉണ്ടായിരുന്നു ക്ലാസ്? എനിക്ക് ഭയങ്കര ഞാൻ വിചാരിക്കുന്നു അവർക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളത്. പിന്നെ എല്ലാവരുടെ ഉള്ളിലും ഓരോ സ്റ്റൈലിസ്റ്റ് ഉണ്ട്. ഇപ്പം നിങ്ങളിവിടെ വന്ന് നിൽക്കുമ്പോഴായാലും ഈ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാർ വന്ന് നിൽക്കുന്നതായാലും എല്ലാവരും അവരുടെ സ്റ്റൈലിങ് ഇഷ്ടമുള്ളത് ഇട്ടാണ് വരുന്നത്. സോ ഇവിടെ ഒരു ക്ലാസ് എടുക്കാൻ വരുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പം ഞാനൊരു പുതിയ ഫാഷൻ ഇവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു എന്നതിലുപരിയായി നമ്മളൊരു ഇൻട്രാക്ഷൻ അങ്ങനെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. അത് ഒരുപാട് പേർക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. പിന്നെ മധുര മനോഹര മോഹം, അതായത് ഞാൻ ഇതുവരെ സിനിമയിൽ, നോർമൽ സിനിമയിൽ കണ്ടിട്ടില്ലാത്തൊരു സ്റ്റോറിയാണ് ആക്ച്വലി. ഇന്നലെയും കൂടെ ഒന്ന് കണ്ടായിരുന്നു. അപ്പോൾ അതേ പറ്റിയിട്ട് എങ്ങനെ ആ ഒരു കഥ സെലക്ട് ചെയ്യാനൊരു അത് ചെയ്യാനുള്ള തീരുമാനം എങ്ങനെ ഉണ്ടായത്? ബിക്കോസ് നമ്മൾ അതിൻ്റെ ഒരു പ്രൊമോഷൻ്റെ ബേസിസിൽ നമ്മളിവിടെ കാണുകയും ചെയ്തത്. ഇറ്റ്സ് എ ബെസ്റ്റ് മൂവിയാണ്, ഒരു വെറൈറ്റി സ്റ്റോറിയാണ്. സാധാരണ നമ്മൾ ആണുങ്ങൾ തേക്കുന്നത് ഒരുപാട് കണ്ടിട്ടുണ്ട്, പെൺകുട്ടികൾ തേക്കുന്നത് സത്യം പറഞ്ഞാൽ അങ്ങനത്തെ ഒരു മൂവീസിലൊന്നും കൂടുതൽ കാണിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു ഒരേ സമയത്ത് ഒന്നിലധികം കാമുകിമാരുള്ളവരെ നമ്മൾ റോമിയോ എന്നും കാസിനോ എന്നും കാൻഡി ബോയ് എന്നൊക്കെ പറയും. നമ്മളത് ഭയങ്കരമായി സെലിബ്രേറ്റ് ചെയ്യും. അതൊരു ആൺകുട്ടികൾ ചെയ്യുമ്പം. ഞാനൊരു ജെൻഡർ പൊളിറ്റിക്സ് പറയുന്നതല്ല. എന്തുകൊണ്ട് ഇത്തരം ഫൺ പെൺകുട്ടികൾ ചെയ്യുമ്പോൾ അവരെ മോശക്കാരായി കാണണം? നമുക്ക് ഇതൊക്കെ ഫൺ എൻജോയ് ചെയ്യാമല്ലോ. അത്തരം ചെറിയ നമ്മുടെ ചുറ്റുമുള്ള എന്തുകൊണ്ട് മധുരമനോഹരമോഹം ഇപ്പം നിങ്ങൾ സംസാരിക്കുന്ന പോലെ അല്ലെങ്കിൽ ആളുകൾ സ്വീകരിച്ചതുപോലെ ആ കഥാപാത്രം ശ്രദ്ധിക്കപ്പെട്ടു എന്നുള്ളത് ഒന്നെങ്കിൽ നമുക്കറിയുന്ന അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിന് അറിയുന്ന ആരോ ഈ വിദ്യയിലെ മീരയെ പോലെ ഉള്ളത് കൊണ്ടാണ്. സോ ഇതൊരു ഏലിയൻ കഥാപാത്രമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ ക്യാരക്ടറിനോട് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അത് വായിച്ചപ്പം. അങ്ങനെയാണ് ഞാൻ ഡയറക്റ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. ഞങ്ങളും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഒരുപാട് സന്തോഷമുണ്ട് സ്റ്റെഫി നമ്മുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തതിൽ. താങ്ക് യു സോ മച്ച്. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.